സൂപ്പർ അച്ചോ, നന്നായിട്ടുണ്ട്. സൂപ്പർ. നന്നായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളെല്ലാം പറഞ്ഞിട്ടാ ഞാൻ ഈ സാഹസത്തിന് ഒരുങ്ങിയത്. അരമനയിൽ നിന്ന് പിതാവിന്റെ ഫുൾ സപ്പോർട്ട് കിട്ടിയില്ലേ, പിന്നെ എന്തിനാ പേടിക്കണ അച്ചോ? പക്ഷെ ക്യാമറയുടെ മുമ്പിലുള്ള സംഭവം ആദ്യമായിട്ടല്ലേ അച്ഛാ? പക്ഷെ അങ്ങനെ തോന്നൂലട്ടാ. ഈ ഫൈറ്റ് ഒക്കെ എങ്ങനെ പഠിച്ച്? അച്ഛന്റെ സെമിനാറിൽ മൊത്തം അടിയായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഫിലിപ്പോസ് അച്ഛൻ ഏകാഗ്രത കൂടുമെന്ന് പറഞ്ഞിട്ട് അപ്പനറിയാതെ എന്നെ ഒരു കളരി കൊണ്ടുവിട്ടു. അതിന്റെ കൊണ ഇപ്പോഴാണ് ഉണ്ടായത്. വാച്ചോ വന്നാട്ടെ. എത്ര നേരമായി ഒരു ചായക്ക് വെയിറ്റ് ചെയ്യുന്നു? നിങ്ങൾക്ക് ഇതൊക്കെ ഒരു കുട്ടിക്കളിയാ. സോറി സാർ. ബോംബെയിലായിരുന്നല്ലോ. ഡോ വാടോ. ചാട. എവിടെ? ഈ പോയും കൂളിംഗ് ഗ്ലാസും കാരണം മനുഷ്യനൊന്നും കാണാൻ പറ്റില്ല കേട്ടാ. ഒന്നില്ലെങ്കിൽ പോയിടാതിരിക്കും, അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഉരുത്താ. സാർ സിഗരറ്റ് കത്തിച്ച് സ്റ്റെപ്പ് ഇറങ്ങി മെല്ലെ ഡയലോഗ് പറയണം. കുട്ടികളെ, സിഗരറ്റ് കത്തിക്കല്, ഈ പുകയുടെ ഇടയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങല്, ഡയലോഗ്, ഇത് മൂന്നും കൂടി പറ്റൂല. മാത്രമല്ല മാത്രം തരകൻ സിഗരറ്റ് വലിക്കൂല. അത് സാറിന് എങ്ങനെ അറിയാം? ഞാനല്ലേ മാത്രം തരകൻ, എന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ? മാത്രമല്ല എന്തിനാണ് പ്രേക്ഷകർക്ക് തെറ്റായ സന്ദേശം കൊടുക്കുന്നത്? പുകവലിയ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ദീ മൂലൊക്കെ എഴുതി കാണിച്ചിട്ട് വെറുതെ എന്തിനാ സെൻസർ ബോർഡിന് പണി കണ്ടത്? ഇതങ്ങോട്ട് കളഞ്ഞ അതങ്ങോട്ട് പോകൂലേ? കണ്ട അത് പോയി, കണ്ട. എന്നാ സിഗരറ്റ് വേണ്ട, ടേക്ക് നോക്കാം. റെഡി? റെഡി. ആക്ഷൻ. അല്ല ഇതാര് സെൻസർ ബോർഡ് അച്ഛനോ? സാർ എന്തൊക്കെയാ പറയുന്നത്? അല്ല നേരത്തെ പറഞ്ഞ സെൻസർ ബോർഡ് ഇതും കൂടി മിക്സ് ചെയ്ത് പുറത്തേക്ക് വന്നതാ. സെൻസിലാവോ സച്ചിൻ? എങ്ങനെ സെൻസിലാവോ സച്ചിൻ? ഒരു മിനിറ്റ്, ഇതിന്റെ തിക്രൂനൊന്ന് കാണാൻ പറ്റുമോ? അരെ ഈ തിരക്കഥാകൃത്തെ എന്താ സാറേ? ഈ നാട്ടിലെ അച്ഛന്മാർക്ക് വേറെ എത്രയോ നല്ല പേരുകളുണ്ട്. എന്റെ അണ്ണാക്കുളുക്കാൻ ഈ ചെക്ലോസ്ലോവേക്ക് അച്ഛൻ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ? അല്ല സാറ് പറയാൻ ശ്രമിക്കും, ശരിയാവും. നിനക്ക് ആ പഴയ വൈരാഗ് ഇപ്പോഴും പോയിട്ടില്ലല്ലേ? നിങ്ങൾക്ക് അവസാന അക്ഷരം പറഞ്ഞു തന്ന ഗുരുനാഥനാണ് ഈ പറയുന്നത്. എന്നെ കുഴപ്പിക്കരുത്, ഗുരുശാപേൽക്കരുത്, എന്നോട് സഹകരിക്കണം. സഹകരിച്ചാൽ അഭിനയത്തിന്റെ മുത്തുകളും പവിഴങ്ങളും കരിക്കട്ടകളും ഞാൻ ഇവിടെ വാരി വിതറും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെറുക്കി പെറുക്കി എടുക്കാം. സാർ ആ പേരൊന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ ശ്രമിച്ചാൽ ശ്രമിക്കും. അച്ഛോ ട്രോളി അച്ഛന്റെ ബാക്കിൽ എത്തുമ്പോ അച്ഛൻ ലേശം ഒന്ന് മൂവ് ചെയ്യണം. ട്രോളി എന്ന് പറഞ്ഞ സാധനം അച്ഛന്റെ ബാക്കിൽ മൂവ് ചെയ്ത് നിൽക്കണം, ശ്രദ്ധിക്കണം. താൻ ആ ഡയലോഗ് ശരിക്കും പറയും. ഒരു കാര്യം പറഞ്ഞു കൊടുക്കാന്ന് വെച്ചപ്പോ ഇതാണ് അച്ഛന്റെ ആക്ടിങ് തന്നാത്തത്. ക്ലാപ്പ് ഇൻ, സൗണ്ട്, റോളിംഗ്, സ്റ്റാർട്ട് ക്യാമറ, ടേക്ക് എ ക്ലാപ്പ്, ആക്ഷൻ. അല്ല ഇതാര് ജോസഫ് അച്ഛനോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇനിയിപ്പോ ജോസഫ് അച്ഛൻ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്താൽ മതി, അതേ നടക്കത്തുള്ളൂ. പള്ളിവക ഭൂമി 10 വർഷത്തേക്കാണ് മാത്തന് ലീസിന് തന്നിരിക്കുന്നത്. ഇപ്പൊ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ നിലനിൽക്കുന്ന ആ പീലിംഗ് ഷെഡ് പൊളിച്ചു മാറ്റാത്തത് അന്യായമല്ലേ? കേസ് കോടതിയിൽ നടക്കയില്ലച്ചോ. ഞാൻ ഒഴിയണോ വേണമെന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ. ഓ, അതിനൊക്കെ കുറെ കാലതാമസം വരുമല്ലോ. എത്രയും പെട്ടെന്ന് ആ ഷെഡ് പൊളിച്ചു മാറ്റി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാലേ അടുത്ത അധ്യയന വർഷത്തിലെങ്കിലും കോളേജ് തുടങ്ങാൻ പറ്റൂ. അച്ചോ, നാളെ മുതൽ ഈ പറഞ്ഞ ഫീലിംഗ് ഷെഡിൽ ഞാൻ ചെമ്മീന്റെ പണി തുടങ്ങാൻ പോവാ. 10-200 തൊഴിലാളികളുടെ പണി മുടക്കിയിട്ട് നിങ്ങൾ അവിടെ കോളേജ് എന്താ കണ്ട? ഇങ്ങനെ വാശി പിടിക്കരുത്. ഈ നാടിന്റെ മുഴുവൻ സ്വപ്നമാണ് ആ കോളേജ്. നമ്മുടെ മക്കളുടെ നാളത്തെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ, എതിര് പറയരുത്. അച്ചോ, ഇവിടത്തെ പിള്ളേര് മുഴുവൻ അങ്ങനെ കോളേജിൽ പോകാൻ തുടങ്ങിയാ പിന്നെ ഇവിടെ കറലി പോകാൻ പിന്നെ ആരാ ഉള്ളത്? പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെ അവരുടെ പാരമ്പര്യത്തിൽ നിന്ന് അച്ഛൻ വ്യതിചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശാപം കിട്ടും അച്ഛന്. കഴി വേറെ പണിയൊന്നുമില്ലല്ലോ. ചേച്ചി ചേച്ചി ഇവിടെ നൈറ്റ് ഷൂട്ട്സ് കാണും. അപ്പൊ ചേച്ചിക്ക് മോക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഞങ്ങൾ നോക്കിക്കോളാം. അതെ. എന്ത് ബുദ്ധിമുട്ട്? വിശ്വേട്ടന്റെ കഥയല്ലേ? ഓക്കെ അല്ലേ? ഇതാണോ ഞാൻ? അതെ. അതിന് എനിക്കത്രയും നിറവില്ലല്ലോ. അയ്യോ ചേച്ചി, ഇത് സിനിമയ്ക്ക് വേണ്ടി മേക്കപ്പ് ഇട്ടിരിക്കുക. വിശ്വേട്ടൻ ഏതാ? അച്ഛൻ വന്നില്ലടാ? ഇല്ലടാ, അച്ഛൻ ബുള്ളറ്റ് വന്നോണ്ടിരിക്കുക. ഞങ്ങളുടെ മൈക്കിൾ അച്ഛനാ വിഷ്ണുനായിട്ട് അഭിനയിക്കുന്നത്. ഓ, അച്ഛൻ വന്നു. അച്ഛോ, ഇതാ വിശ്വേട്ടന്റെ ഭാര്യ മോളും. സ്ക്രിപ്റ്റിലൂടെ ആളെ ശരിക്കും തിരിച്ചറിയാം. എന്താ മോളുടെ പേര്? ശ്രീകുട്ടി. നഷ്ടപ്പെട്ടു പോയ മോളുടെ പേര് തന്നെ ഇവക്ക് ഇട്ടേക്കുന്നത്. ഇവളെ വയറ്റിലായിരിക്കുമ്പോഴാ വിശ്വേട്ടൻ പോയെ. കുടുംബത്തോടുള്ള വിശ്വന്റെ സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം.
ഗൂണ്ട എന്ന് മാത്രം കരുതിയിരിക്കുന്ന വിശ്വന്റെ നന്മ ഈ സിനിമ വരുന്നതോടെ ലോകം തിരിച്ചറിയും.